സരളം സംസ്കൃതം പാഠശാലയിലേക്ക് എല്ലാ പഠിതാക്കൾക്കും സ്വാഗതം. നമസ്തേ. മക്കളെ, 5ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠമാണ് നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത്. സപ്തമഹാപാഠ സപ്തമഹാപാഠ 7ാമത്തെ പാഠം സംസ്കൃതം ലോകരഞ്ജകം. സംസ്കൃതം ലോകരഞ്ജകം. സംസ്കൃത ഭാഷ ലോകരഞ്ജകമാണ്. ലോകരെ മുഴുവനും സന്തോഷിപ്പിക്കുന്നത്, ലോകത്തെ മുഴുവനും സന്തോഷിപ്പിക്കുന്നത്, ജനങ്ങളെ മുഴുവനും സന്തോഷിപ്പിക്കുന്ന ഭാഷയാണ്. അതായത് യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഭാഷയാണ് സംസ്കൃത ഭാഷ. അതാണ് ലോകരഞ്ജകമായ ഭാഷ എന്ന് പറയുന്നത്. ജയതു ഭാരതം വിശ്വമോഹനം നയതു സാദരം ഭാരതാംബികാം ഭജതു സംസ്കൃതം വേദമാതരം പഠതു സംസ്കൃതം ലോകരഞ്ജകം. വായിക്കണം. ജയതു സപ്തമഹാപാഠ 7ാമത്തെ പാഠം സംസ്കൃതം ലോകരഞ്ജകം. ജയതു ഭാരതം വിശ്വമോഹനം നമതു സാദരം ഭാരതാംബികാം ഭജതു സംസ്കൃതം വേദമാതരം പഠതു സംസ്കൃതം ലോകരഞ്ജകം. നോക്കാം. സപ്തമഹാപാഠ 7ാമത്തെ പാഠം സംസ്കൃതം ലോകരഞ്ജകം. ജയതു ഭാരതം വിശ്വമോഹനം നമതു സാദരം ഭാരതാംബികാം ഭജതു സംസ്കൃതം വേദമാതരം പഠതു സംസ്കൃതം ലോകരഞ്ജകം. സംസ്കൃതം ലോകരഞ്ജകമായ ഭാഷയാണെന്നാണ് ഇതിൻ്റെ ശീർഷകം. സംസ്കൃതം ലോകരഞ്ജകം. രഞ്ജകം എന്ന് പറഞ്ഞാൽ രഞ്ജിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത്. ജയതു ഭാരതം വിശ്വമോഹനം. വിശ്വമോഹനമായ, വിശ്വം ലോകം, വിശ്വത്തിനു മോഹനമായ പ്രകൃതിയുടെ സൗന്ദര്യം കൊണ്ടും അതിലുള്ള എല്ലാ കാര്യങ്ങളെക്കൊണ്ടും വിശ്വത്തിൽ മോഹനമായിട്ടുള്ള ഭാരതം, ഭാരതഭൂമി ജയതു, ജയിക്കട്ടെ. നമതു സാദരം ഭാരതാംബികാം. ആ ഭാരതാംബികയെ സാദരം നമതു, ആ ഭാരതമാതാവിനെ നമ്മൾ ആദരവോടെ നമിക്കൂ. ഭജതു സംസ്കൃതം വേദമാതരം പഠതു സംസ്കൃതം ലോകരഞ്ജകം. ഭജതു സംസ്കൃതം, ഭജതു ഭജിക്കൂ. വേദമാതരം സംസ്കൃതം ഭജതു, വേദമാതാവായ സംസ്കൃതത്തെ, സംസ്കൃത ഭാഷയെ ഭജിക്കൂ, സേവിക്കൂ. പഠതു സംസ്കൃതം ലോകരഞ്ജകം. അങ്ങനെ ലോകത്തെ മുഴുവനും സന്തോഷിപ്പിക്കുന്ന ആ സംസ്കൃത ഭാഷ പഠിക്കൂ. ജയതു ഭാരതം വിശ്വമോഹനം. വിശ്വമോഹനമായ ഭാരതം ജയിക്കട്ടെ. നമതു സാദരം ഭാരതാംബികാം. ആ ഭാരതാംബികയെ ആദരവോടുകൂടി നമിക്കൂ. ഭജതു സംസ്കൃതം വേദമാതരം. വേദമാതാവായ ആ സംസ്കൃത ഭാഷയെ ഭജിക്കൂ, സ്വീകരിക്കൂ. പഠതു സംസ്കൃതം ലോകരഞ്ജകം. ആ ലോകരെ മുഴുവനും സന്തോഷിപ്പിക്കുന്ന ആ സംസ്കൃത ഭാഷയെ പഠിക്കൂ.
അടുത്തത് സതുപദിശ്യതേ മാതൃവത് സദാ ഹിതകരീം ദിശം ദിശതി സംസ്കൃതം പഠതു സംസ്കൃതം ജ്ഞാനലബ്ധയേ വിനയമാപ്നുയാത് വിശ്വഭാഷയാ. സതുപദിശ്യതേ മാതൃവത് സദാ. വായിക്കണം. സതുപദിശ്യതേ മാതൃവത് സദാ ഹിതകരീം ദിശം ദിശതി സംസ്കൃതം പഠതു സംസ്കൃതം ജ്ഞാനലബ്ധയേ വിനയമാപ്നുയാത് വിശ്വഭാഷയാ. സതുപദിശ്യതേ മാതൃവത് സദാ. മാതൃവത് അമ്മയെപ്പോലെ, പിതൃവത് അച്ഛനെപ്പോലെ, ആചാര്യവത് ആചാര്യനെപ്പോലെ, വത് എന്ന് പറഞ്ഞാൽ പോലെ. മാതൃവത് സദാ സതുപദിശ്യതേ എപ്പോഴും, സദാ എപ്പോഴും സതുപദിശ്യതേ സത്തായ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നു. സുഭാഷിതങ്ങളായാലും അനേകം ആപ്തവാക്യങ്ങളും അനേകം നല്ല മാർഗത്തെ ഉപദേശിക്കുന്ന കഥകളും അങ്ങനെ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ശാസ്ത്രങ്ങൾ, വേദങ്ങൾ, ഇതിലെല്ലാം തന്നെ എല്ലാ തരത്തിലുള്ള ജനങ്ങളെയും സന്തോഷിപ്പിക്കാനുള്ള പല കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ ഒരമ്മയെ മാതൃവത് സതുപദിശ്യതേ സദാ. അമ്മ എപ്പോഴും മക്കൾ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എപ്പോഴും ഉപദേശിച്ചു കൊടുക്കും. എൻ്റെ മക്കൾ നന്നാവണം എന്നാണ് അമ്മമാരുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഉപദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ദോഷം കാണുകയാണെങ്കിൽ അപ്പോൾ പറയും അത് അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അതൊക്കെ ഉപദേശങ്ങളാണ്. അമ്മയെപ്പോലെ സദാ സതുപദിശ്യതേ, ഒരമ്മയെപ്പോലെ എപ്പോഴും നല്ല ഉപദേശങ്ങൾ തരുന്നു. ഹിതകരീം ദിശം ദിശതി സംസ്കൃതം. ഹിതകരിയായ, ഹിതമായ, നമുക്ക് യോജിച്ച തരത്തിലുള്ള ദിശം ദിശതി സംസ്കൃതം. ആ ദിക്കിനെ, നമുക്ക് എല്ലാവർക്കും യോജിച്ച തരത്തിലുള്ള ദിശയെ, ഗതിയെ, മാർഗത്തെ സംസ്കൃതം ദിശതി സംസ്കൃത ഭാഷയിലൂടെ നമുക്ക് ലഭിക്കുന്നു. സംസ്കൃത ഭാഷ നമുക്ക് ഉപദേശിക്കുന്നു. സംസ്കൃത ഭാഷ നമുക്ക് നൽകുന്നു. പഠതു സംസ്കൃതം ജ്ഞാനലബ്ധയേ. ജ്ഞാനം, അറിവ്. ജ്ഞാനലബ്ധയേ എന്ന് പറഞ്ഞാൽ ജ്ഞാനം ലഭിക്കുവാൻ വേണ്ടി പഠതു സംസ്കൃതം. സംസ്കൃതം പഠതു. സംസ്കൃതം പഠിക്കൂ. സംസ്കൃത ഭാഷയിൽ ഇല്ലാത്ത അറിവുകളൊന്നുമില്ല. എല്ലാ അറിവുകളും ഉൾക്കൊണ്ട ഭാഷയാണ് സംസ്കൃത ഭാഷ. അപ്പോൾ അറിവ് ലഭിക്കാൻ വേണ്ടി സംസ്കൃത ഭാഷയെ പഠിക്കൂ. വിനയമാപ്നുയാത് വിശ്വഭാഷയാ. ആ വിശ്വഭാഷയാ, വിശ്വഭാഷയിലൂടെ, ആ ലോകഭാഷയിലൂടെ വിനയമാപ്നുയാത്, നിങ്ങൾക്ക് വിനയം പ്രാപിക്കും. നിങ്ങൾ വിനയമുള്ളവരായി തീരും. അതായത് ജ്ഞാനം ലഭിക്കുമ്പോൾ വിനയവും കൂടി ഉണ്ടാവും. അറിവില്ലായ്മയാണല്ലോ പലതരത്തിലുള്ള ദോഷങ്ങൾക്കും കാരണം. അറിവ് ലഭിക്കുമ്പോഴോ ദോഷങ്ങളില്ലാതാവും. പതുക്കെ പതുക്കെ ദോഷങ്ങൾ ഓരോന്നും അകലും. ആ തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് എത്തും അറിവ് ലഭിക്കുമ്പോൾ. ആ വിശ്വഭാഷയിലൂടെ വിനയത്തെ പ്രാപിക്കാം. നമ്മൾ വിനയമുള്ളവരായിത്തീരും. വിദ്യ വിനയേന ദീപ്യതേ എന്നൊരു ആപ്തവാക്യമുണ്ട് മക്കളെ. വിദ്യ വിനയത്തിലൂടെ ദീപ്യതയെ ശോഭിക്കുന്നു. വിനയത്തിലൂടെ മാത്രമേ വിദ്യ ശോഭിക്കുള്ളൂ. വിനയമില്ലാത്ത വിദ്യയെ ആരും ഇഷ്ടപ്പെടുകയില്ല. വിനയത്തോട് ചേർന്ന വിദ്യയെ മാത്രമേ എല്ലാവരും ബഹുമാനിക്കുള്ളൂ. അറിവുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് വിനയമുള്ളവരും കൂടി ആയിത്തീരണം. ഇത് എഴുതിയത് മുത്തലപുരം മോഹനദാസഹ. കവിയുടെ ഈ കവിത വളരെ നന്നായിട്ടുണ്ടല്ലേ. ഒന്നും കൂടെ നോക്കാം. സപ്തമഃ പാഠഃ, 7ാമത്തെ പാഠം.
സംസ്കൃതം ലോകരഞ്ജകം. സംസ്കൃതം ലോകരഞ്ജകമാണ്. ലോകത്തെ മുഴുവനും സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അത് അറിവിൻ്റെ കലവറയാണ്, അറിവിൻ്റെ നിധിയാണ്. അതിലില്ലാത്തതൊന്നും ഇല്ല എന്ന്. ജയതു ഭാരതം വിശ്വമോഹനം. വിശ്വമോഹനമാണ് ഭാരതം. ആ ഭാരതഭൂമി ജയിക്കട്ടെ. നമതു സാദരം ഭാരതാംബികാം. ആ ഭാരതാംബികയെ നമതു നമിക്കൂ. എങ്ങനെ? കഥം സാദരം നമതു. വളരെ ആദരവോടുകൂടി നമ്മൾ ആ ഭാരതഭൂമിയെ നമിക്കണം. ഭജതു സംസ്കൃതം വേദമാതരം. വേദമാതാവായ സംസ്കൃത ഭാഷയെ സേവിക്കണം, ആശ്രയിക്കണം. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതിലൂടെ നമ്മളും നല്ലവരായിത്തീരാം. പഠതു സംസ്കൃതം ലോകരഞ്ജകം. അങ്ങനെ ലോകരഞ്ജകമായ, ലോകത്തെ മുഴുവനും സന്തോഷിപ്പിക്കുന്ന ആ സംസ്കൃത ഭാഷയെ പഠിക്കൂ. നല്ല കവിത. സതുപദിശ്യതേ മാതൃവത് സദാ. മാതൃവത് സദാ സതുപദിശ്യതേ. അമ്മയെപ്പോലെ എപ്പോഴും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും, ഉപദേശിക്കും. ഹിതകരീം ദിശം ദിശതി സംസ്കൃതം. നമുക്ക് അനുയോജ്യമായ ദിശയിലേക്ക് നമ്മളെ നയിക്കും സംസ്കൃത ഭാഷ. നേർവഴി കാണിച്ചു തരും. പഠതു സംസ്കൃതം ജ്ഞാനലബ്ധയെ. അറിവ് ലഭിക്കാൻ വേണ്ടി സംസ്കൃത ഭാഷയെ പഠിക്കൂ. വിനയമാപ്നുയാത് വിശ്വഭാഷയാ. ആ വിശ്വഭാഷയിലൂടെ, ആ ലോകഭാഷയിലൂടെ, ആ സംസ്കൃത ഭാഷയിലൂടെ വിനയം ആപ്നുയാത്. നിങ്ങൾ വിനയമുള്ളവരായി തീരും. അതായത് ജ്ഞാനം, അറിവ് സമ്പാദിക്കുമ്പോൾ നമ്മളിലുള്ള ചീത്ത കാര്യങ്ങളെല്ലാം ഇല്ലാതായി നമ്മൾ വിനയമുള്ളവരായി തീരും. മുത്തലപുരം മോഹൻദാസാണ് കവി. കിം കരണീയം. എന്താണ് ചെയ്യാനുള്ളത്? ഗീതം സതാളം ഏകൈക സംഘശഃ ചാലഭതു. ഈ ഗീതം, ഈ ഗാനം വളരെ നന്നായിട്ട് ഈണത്തോടുകൂടി ഏകൈക ഓരോരുത്തരായിട്ടും സംഘശഃ സംഘമായിട്ടും ആലപതു ആലപിക്കൂ, പാടൂ. ഗാനസ്യ പാദാൻ യഥോചിതം യോജയതു. ഈ ഗാനത്തിലെ വാക്കുകൾ ചേരുംപടി ചേർക്കണം. എങ്ങനെയാണ് ചേർക്കുക? ജയതു ഭാരതം വിശ്വമോഹനം എന്നാണ് വേണ്ടത് അല്ലേ? ആ രണ്ടാമത്തെ ഖായിൽ ഞാൻ കാ വിഭാഗത്തിലേത് വായിക്കട്ടെ. ജയതു ഭാരതം നമതു സാദരം ഭജതു സംസ്കൃതം പഠതു സംസ്കൃതം. ഖാ വിഭാഗത്തിൽ ലോകരഞ്ജകം വിശ്വമോഹനം ഭാരതാംബികാം വേദമാതരം. അപ്പം ഇത് നമ്മൾ ചേരുംപടി ചേർക്കുന്നത് അറിയാലോ. ജയതു ഭാരതം എന്താ പദ്യത്തിൽ പറയണത്? വിശ്വമോഹനം. നമതു സാദരം എന്താ ചേർക്കേണ്ടത്? ഭാരതാംബികാം. ഭജതു സംസ്കൃതം വേദമാതരം അല്ലേ? പഠതു സംസ്കൃതം ലോകരഞ്ജകം. അപ്പോൾ ചേരുംപടി ചേർത്തു. ഭാരതമിത്യസ്യ സ്ഥാനെ സംസ്കൃതമിതി യോജയിത്വ കവിതാം പുനഃ പഠതു ലിഖതു ച. ഇവിടെ ഭാരതം എന്ന സ്ഥലത്ത്, ഭാരതം ഇത്യസ്യ സ്ഥാനെ, ഭാരതം എന്ന വാക്കിൻ്റെ സ്ഥാനത്ത് സംസ്കൃതം ഇതി പദം യോജയിത്വ, സംസ്കൃതം എന്ന വാക്ക് ചേർത്തിട്ട് കവിതാം പുനഃ പഠതു ലിഖതു, കവിത വീണ്ടും വായിക്കൂ, എഴുതൂ. അവിടെ നമ്മൾ ചേർക്കേണ്ടത് എന്താണ്? ഭാരതം എന്നതിൻ്റെ സ്ഥാനത്ത് സംസ്കൃതം വയ്ക്കണം. എങ്ങനെയാണ്? ജയതു സംസ്കൃതം വിശ്വമോഹനം അങ്ങനെ എഴുതണം. നമതു സാദരം സംസ്കൃതാംബികാം. മനസ്സിലായില്ലേ? അടുത്തത് അനുബന്ധം. ശബ്ദകോശം. പദമുണ്ട്, സംസ്കൃതത്തിലുണ്ട്, കൈരളിയിലുണ്ട്. നോക്കാം. ഭജതു ഭജനം കരോതു, സേവതാം സേവിക്കൂ, ഭജിക്കൂ. മോഹനം മനോഹരം. മലയാളം വായിച്ചിട്ടില്ല കേട്ടോ, വായിക്കണേ നിങ്ങൾ. ലബ്ധയെ പ്രാപ്തയെ,
രഞ്ജകം ആഹ്ലാദദായകം, വിനയ നമ്രത ഒരു താഴ്മ, വിശ്വഭാഷ ലോകഭാഷ, വിശ്വഭാഷാ ജനനിയാണ് സംസ്കൃത ഭാഷ എന്ന് പറയും. സർവ്വഭാഷകളുടെയും അമ്മയാണ് സംസ്കൃത ഭാഷ എന്ന് പറയും. ആ സംസ്കൃത ഭാഷയിൽ നിന്നാണ് അനേകം ഭാഷകൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് സർവഭാഷാണ ജനനിയായിട്ട് നമ്മൾ അതിനെ ബഹുമാനിക്കുന്നത്. അടുത്തത് ദിശതി സൂചയതി, സൂചിപ്പിക്കുകയാണ്. ദിശം ആശാം ദിക്കിനെ, നല്ല വഴി നേർവഴി കാട്ടിത്തരാം. സത് ഉത്തമ നല്ലത്. അടുത്തത് ധാതു രൂപാണി. ഭജ സേവായാം ഉഭയപതിയാണ്, പരസ്മൈപതി ലോട്ടിൻ്റെ രൂപമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വിധിക്കുക, അങ്ങനെ ചെയ്യണം എന്നുള്ളത്, കൽപ്പിക്കുക, ആജ്ഞ, പ്രാർത്ഥന, ആ മൂന്നർത്ഥത്തിലും ലോട്ടിലെ ലകാരാണ് ഉപയോഗിക്കുക. ഇവിടെ ഭജതേ എന്ന ക്രിയ ഉഭയപതിയാണ്. ഭജതേ എന്നും പറയാം, ഭജതി എന്നും പറയാം. അത് പരസ്മൈപദത്തിലും ഉണ്ട്, ആത്മനേപദത്തിലും ഉണ്ട്. അതാണ് ഉഭയപതി എന്ന് പറഞ്ഞാൽ. അവിടെ 3 വചനങ്ങൾ, ഏകവചനം, ദ്വിവചനം, ബഹുവചനം. പ്രഥമ പുരുഷനിൽ ഭജതു ഭജതാത്, പഠതു പഠതാത് എന്നൊക്കെ തന്നെയാണ് മക്കളെ പറയുക. ഭജതു ഭജതാത്, ഭജതാം ഭജന്തോ. അതായത് പ്രഥമ പുരുഷനിലുള്ള കർത്താവ് ഏകവചനം ആവുമ്പോൾ ഭജതു ഭജതാത്, പിന്നെ ദ്വിവചനം ഭജതാം, ബഹുവചനം ഭജന്തോ. അവിടെ നമ്മൾ ഒരു പൊതുവെ സഹ തൗ തേ എന്നാണ് എടുക്കുക. പിന്നെ മധ്യമ പുരുഷനിൽ ഭജ ഭജതാത്, അവിടെ കർത്താവ് ത്വമാവും. പിന്നെ അതിൻ്റെ ദ്വിവചനം യുവാം, അതിൻ്റെ ബഹുവചനം യൂയം. ത്വം യുവാം യൂയം, നീ, നിങ്ങൾ, രണ്ടുപേർ, നിങ്ങൾ. ത്വം ഭജ ത്വം ഭജതാത്, യുവാം ഭജതം, യൂയം ഭജത. അടുത്തത് ഉത്തമ പുരുഷനിൽ ഭജാനി എന്നാണ് പറയുന്നത് ഏകവചനത്തിൽ. അഹം ഭജാനി, ഞാൻ ഭജിക്കട്ടെ. പിന്നെ ഭജാവ, ആവാം ഭജാവ, ഞങ്ങൾ രണ്ടുപേർ ഭജിക്കട്ടെ. വയം ഭജാമ, ഞങ്ങൾ ഭജിക്കട്ടെ. ഇവിടെ ഭജാനി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ഇവിടെ ഭജിക്കട്ടെ എന്നല്ലേ പറയുന്നത്. പഠാനി പഠിക്കട്ടെ, ഗച്ഛാനി പോകട്ടെ, വദാനി ഞാൻ പറയട്ടെ എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, സാവധാനം പഠിക്കുക. ഇതേപോലെ വേറെ ഏതെങ്കിലും ക്രിയ, ഉദാഹരണമായിട്ട് പഠതി എന്ന ക്രിയയുടെയോ ലിഖതി എന്ന ക്രിയയുടെയോ ഒക്കെ ലോട്ടിൻ്റെ രൂപം ഒന്ന് പറഞ്ഞു നോക്കുക. കിം അധിഗതം, പഠന പ്രവർത്തനാനി യഥാകാലം കൃതാനി ചെയ്ത് സാധുതാ സൂചക ചിഹ്നം കരോതോ. അതിൽ ക്രമസംഖ്യ 3 ഉള്ളൂ പ്രവർത്തനങ്ങൾ. കവിത സതാളം ആലപിത എങ്കിൽ സമ്യക്, അതാണ് പഠന പ്രവർത്തനം. അത് ചെയ്യാൻ പറ്റുന്നതാണ് സമ്യകൃതം എന്ന കോളത്തിൽ ടിക്ക് ചെയ്യുക. പിന്നെ മറ്റേത് 3 ഉണ്ട്. ഭാഗികതയ, ക്ലേശനിർദ്ദേശ, പരിഹാരബോധന. രണ്ടാമത്തത് ഗാനസ്യ പാദാഹ യഥോചിതം യോജിതാഹ, ഗാനത്തിൻ്റെ പാദങ്ങൾ, വരികൾ യഥോചിതം യോജിപ്പിച്ചെങ്കിൽ ചേരുംപടി ചേർത്തല്ലോ, അതും വളരെ നല്ലതായിട്ട് ചെയ്തു. അപ്പോൾ സമ്യകൃതം. പിന്നെ മൂന്നാമത്തെ നിർദ്ദേശാനുസാരം കവിത ലിഖിത, നിർദ്ദേശം പോലെ കവിത രചിച്ചില്ല. ആ 1ാമത്തെ വർക്കാണ് അതിൽ പ്രവർത്തനമാണ് പറയുന്നത്, അതും ചെയ്തു. ഇപ്പോൾ ഇതെല്ലാം അധ്യാപകസ്യ സഹായേന, സുഹൃദ സഹായേന, അന്വേഷണ സഹായേന. ആ നമ്പർ ഇവിടെ കൊടുക്കുക അവസാനത്തെ കോളത്തിൽ. അപ്പോൾ ഈ പാഠം ഇവിടെ സമാപിക്കുകയാണ്. നമുക്ക് ഈ ഗാനം ഒന്നുകൂടെ കേൾക്കാം. എല്ലാവരും ഒന്നിച്ച് പാടുക നോക്കാം. സപ്തമഃ പാഠഃ, 7ാമത്തെ പാഠം. സംസ്കൃതം ലോകരഞ്ജകം, ലോകരഞ്ജകമാണ് സംസ്കൃത ഭാഷ. എല്ലാ തരത്തിലുള്ള ആളുകളെയും സന്തോഷിപ്പിക്കാനുള്ള, പണ്ഡിതനെയും പാമരനെയും വലിയവനെയും ചെറിയവനെയും കുട്ടികളെയും മുതിർന്നവരെയും എല്ലാ തരത്തിലുള്ള ആളുകളെയും സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഈ ഭാഷയിലുണ്ട്. അതുകൊണ്ടാണ് ലോകരഞ്ജകം എന്ന് പറയുന്നത്. ജയതു സംസ്കൃതം വിശ്വമോഹനം, നമതു സാദരം ഭാരതാംബികാം, ഭജതു സംസ്കൃതം വേദമാതരം, പഠതു സംസ്കൃതം ലോകരഞ്ജകം. അപ്പോൾ സംസ്കൃതം പഠിക്കണം എന്ന് പറയണം, നല്ലതാണ്, നല്ല ഭാഷയാണ്. സതുപദിശ്യതേ മാതൃവത് സദാ, അമ്മയെപ്പോലെ ഉപദേശിക്കുകയാണ്. ഹിതകരീം ദിശം ദിശതി സംസ്കൃതം, പഠതു സംസ്കൃതം
ജ്ഞാനലബ്ധയേ വിനയമാപ്നുയാത് വിശ്വഭാഷയാ. ഈ വിശ്വഭാഷ പഠിച്ചാൽ അറിയാതെ നമ്മൾ വിനയം കൂടി ഉള്ളവരായിട്ട് തീരും. അതുകൊണ്ടും കൂടി എല്ലാവരും സംസ്കൃത ഭാഷ പഠിക്കണം. സംസ്കൃത ഭാഷ സർവഭാഷാ ജനനി എന്നാണ് പറയുക. എല്ലാ ഭാഷകളുടെയും അമ്മയുടെ സ്ഥാനം. മിക്കവാറും എല്ലാ ഭാഷകളും സംസ്കൃത ഭാഷയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് സർവഭാഷാ ജനനി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെഴുതിയത് മുത്തലപുരം മോഹൻദാസാണ്. അപ്പോൾ ഈ പാഠം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ. നമസ്തേ.